നമ്മുടെ സെക്കൻഡ് ലെയറാണ്. സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഇതാണ് നമ്മളുടെ ടാർഗറ്റ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് യെല്ലോ അല്ലാത്ത പീസുകൾ ഉണ്ടാവില്ല, യെല്ലോ അല്ലാത്ത എഡ്ജ് പീസുകൾ ആദ്യം കണ്ടെത്തുക. ഇവിടെ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഓറഞ്ച് ബ്ലൂ എഡ്ജ് പീസാണ്. ഓറഞ്ച് ബ്ലൂ എഡ്ജ് പീസിന് നമ്മളിപ്പോൾ ബ്ലൂ സെൻറ്ററുമായിട്ട് അലൈൻ ചെയ്യുക. ബ്ലൂ സെൻറ്ററുമായിട്ട് അലൈൻ ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുക. ഇത് ലെഫ്റ്റ് സൈഡാണ് നമ്മൾ ഇത് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഫില്ല് ചെയ്യേണ്ടതുകൊണ്ട് അത് റൈറ്റ് സൈഡിലേക്ക് ഫസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് മുകളിലേക്ക് കൊണ്ടുവരിക. നമ്മൾ റൈറ്റ് സൈഡിൽ റൊട്ടേറ്റ് ചെയ്തത് റിവേഴ്സ് ഡയറക്ഷനിൽ കൊണ്ടുവരിക. ഇത് മുകളിലേക്ക് കൊണ്ടുവന്നത് താഴേക്ക് കൊണ്ടുവരിക. നമുക്കിത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് മുകളിലത്തെ ലെയറിലാണ് കിട്ടിയിരിക്കുന്നത്. അത് മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരണം. ഇത് നമ്മൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു ബസ് പോലെ നമുക്ക് ഇമാജിൻ ചെയ്യാം. ഇത് വൈറ്റ് എന്നുള്ളത് ബസ്സിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ പിടിക്കുക. ബസ് ഫ്രണ്ടിലോട്ട് എടുക്കുക. ഇതിനുള്ള സ്പേസ് മുകളിലേക്ക് എടുക്കുക. ബസ് റിവേഴ്സ് എടുക്കുക. പിന്നെ ബസ് താഴേക്ക് പാർക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പീസ് നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത യെല്ലോ അല്ലാത്ത പീസസ് അല്ലേ, നോൺ യെല്ലോ എഡ്ജ് പീസ് നോക്കുക. ഇവിടെ നമുക്ക് റെഡ് ഗ്രീൻ പീസ് കിട്ടി. ഇതും നമുക്ക് കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ പ്ലേസ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഫസ്റ്റ് ടോപ്പ് ലെയർ റൊട്ടേറ്റ് ചെയ്യണം. നേരത്തെ സെയിം സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഇത് മുകളിലേക്ക് എടുക്കുക. റൈറ്റിൽ റൊട്ടേറ്റ് ചെയ്ത് റിവേഴ്സ് എടുക്കുക. അത് റിവേഴ്സ്. നമുക്ക് സെയിം ബസ് ടോപ്പ് ലെയറിൽ വീണ്ടും കിട്ടിയിരിക്കുകയാണ്. സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. ബസ് ഫ്രണ്ടിലേക്ക് എടുക്കുക. സ്പേസ് മുകളിലേക്ക് എടുക്കുക. ബസ് റിവേഴ്സ് എടുക്കുക. പിന്നെ താഴേക്ക് കൊണ്ടുവരിക. കംപ്ലീറ്റഡ്. ഇപ്പം നമ്മൾ 2 എണ്ണം കംപ്ലീറ്റ് ചെയ്യും. ഇനി അടുത്ത യെല്ലോ അല്ലാത്ത എഡ്ജ് പീസ് വീണ്ടും സെർച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് ഗ്രീൻ ഓറഞ്ച് എഡ്ജ് പീസ് കിട്ടി. അത് ഗ്രീൻ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ഇത് അക്കോമഡേറ്റ് ചെയ്യേണ്ടത് റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡ് ആയതുകൊണ്ട് നമ്മളിത് ലെഫ്റ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഈ സ്റ്റെപ്പ് ചെയ്യാം. നമുക്ക് ആ സെയിം ബസ് കിട്ടി. സെയിം ബസ്സിനെ ഫ്രണ്ടിലോട്ടേക്ക് എടുക്കുക. ഒരു സ്പേസ് മുകളിലേക്ക് എടുക്കുക. ബസ് റിവേഴ്സ്. ബ്രിങ് ഇറ്റ് ഡൗൺ. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ അടുത്ത നോൺ യെല്ലോ എഡ്ജ് പീസ് സെർച്ച് ചെയ്യാം. അടുത്ത നോൺ യെല്ലോ എഡ്ജ് പീസ് നമുക്കിവിടെ ബ്ലൂ റെഡ് പീസ് കിട്ടിയിട്ടുണ്ട്. ബ്ലൂ റെഡ് പീസ് നമുക്ക് ലെഫ്റ്റ് സൈഡാണ് ഫില്ല് ചെയ്യേണ്ടത്. അതുകൊണ്ട് ടോപ്പ് ലെയർ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഇത് ലെഫ്റ്റ് ലെയർ മുകളിലേക്ക് എടുക്കുക. റിവേഴ്സ് ഡയറക്ഷൻ. സെയിം സ്റ്റെപ്പ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കൊരു സ്പെഷ്യൽ കണ്ടീഷൻ നോക്കാം. ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു പീസ് ഉണ്ടല്ലോ, റെഡ് ഗ്രീൻ പീസ് കറക്റ്റ് പ്ലേസിലുള്ളത്, പക്ഷേ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളത്. റെഡ് വരേണ്ട സ്ഥാനത്ത് ഗ്രീൻ വരേണ്ട സ്ഥാനത്ത് റെഡും ഉള്ളത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു യെല്ലോ പീസ്, ഒരു ഡമ്മി യെല്ലോ പീസ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് അത് റീപ്ലേസ് ചെയ്യാം. ഒന്നുമില്ല, ഈ യെല്ലോ പീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ യെല്ലോ ഉള്ള ഒരു പീസ് അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നമുക്ക് ആ യെല്ലോ ഉള്ള പീസ് അവിടെ കിട്ടി. ഇനി ആ നോൺ യെല്ലോ എഡ്ജ് പീസ് കറക്റ്റ് ഗ്രീൻ സെൻറ്റർ അലൈൻ ചെയ്യുക. എന്നിട്ട് സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ലെവൽ 4 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.